ഫുമിഗേഷന് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക പേരുടെയും ഒരു വലിയ പേടി അല്ലെങ്കിൽ വലിയ ഒരു കടക്കേണ്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഫുമിഗേഷനാണ്. അതിനി എങ്ങനെ പേടി കൂടാതെ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനി എങ്ങനെ പാസ്സാവാം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുമിഗേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആൾറെഡി ഫുമിഗേഷൻ എങ്ങനെ ഞാൻ എങ്ങനെ ഫുമിഗേഷൻ പാസ്സായി എന്നുള്ളൊരു വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്താണ്. അത് നമ്മളിവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ എന്തായാലും കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, ഒന്ന് ബേസിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്തൊക്കെയാണ് ഈ ഫുമിഗേഷൻ്റെ സ്റ്റെപ്പുകളെന്നും എങ്ങനെയൊക്കെയാണ് ഈ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോയി കാണുക. ഇവിടെയും കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ ഫുമിഗേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണ്. ഫുമിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 വിധത്തിലുള്ള സ്റ്റെപ്സുകളാണ് ഫുമിഗേഷനിലുള്ളത്, അല്ലെങ്കിൽ 3 വിധത്തിലുള്ള പ്രോസസ്സുകൾ, അല്ലെങ്കിൽ 3 റൗണ്ടുകളാണ് ഫുമിഗേഷനിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്നാണ് കോഡിംഗ് റൗണ്ട്, രണ്ടാമത്തേതാണ് ഊപ്സ് റൗണ്ട്, മൂന്നാമത്താണ് കമ്മ്യൂണിക്കേഷൻ റൗണ്ട്. അപ്പോൾ കോഡിംഗ് റൗണ്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കോഡിംഗ് റൗണ്ട് സി പ്രോഗ്രാമിങ്ങിലാണ് നമ്മൾ കോഡിംഗ് റൗണ്ട് ചെയ്യുക. അതായത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ കോഡിംഗ് റൗണ്ട് ചെയ്യുക. അത് ചെയ്യുന്നത് മെയിനായിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അറേ എന്താണെന്നും പാറ്റേൺ എന്താണെന്നും മെയിനായിട്ട് നിങ്ങൾ പഠിക്കുക. അറേയും പാറ്റേണുമാണ് നമ്മൾ ഈ കോഡിംഗ് റൗണ്ടിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു പാറ്റേണും ചോദിക്കും, ഒരു അറേയും ചോദിക്കും. അപ്പോൾ പാറ്റേൺ നമ്മൾ ലൂപ്പൊക്കെ ഉപയോഗിച്ചിട്ട് പാറ്റേൺ ബിൽഡ് ചെയ്യിപ്പിക്കുക, സ്റ്റാർ പാറ്റേൺ. അപ്പോൾ പാറ്റേണിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുക്കുന്നതാണ്. പല പാറ്റേൺസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു PDF തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൾറെഡി ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമ്മളൊരു PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പാറ്റേണിൻ്റെ ബേസിസിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് പോയി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക. അല്ലാതെ ഈ പാറ്റേണിൻ്റെ ഇതേ ക്വസ്റ്റ്യൻസേ വരൂ എന്ന് ആലോചിച്ചിട്ട് ആരും ഇത് മനപ്പാടാക്കരുത് പോയാണ്ട്. സോ നമ്മൾ മെയിനായിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ പാറ്റേൺ എങ്ങനെയൊക്കെ ഒരു സ്റ്റാർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. പല പാറ്റേൺസ് ചോദിക്കാം. അതായത് ഉദാഹരണത്തിന് എൻ പാറ്റേൺ, എഫ് പാറ്റേൺ, ഇ പാറ്റേൺ, ഇതൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള ആസ്ട്രിക് സ്റ്റാർ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസ്. ഇത് മെയിനായിട്ട് ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് ആയാണ്. ഒരു ലൂപ്പിനുള്ളിൽ തന്നെ 3 ലൂപ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതുണ്ടാവും. ഒരു ലൂപ്പിനുള്ളിൽ 2 ലൂപ്പുകൾ ഉപയോഗിച്ച് ചെയ്യാനുള്ളതുണ്ടാവും. അതുപോലെ ഒറ്റ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാനുണ്ടാവും, 2 ലൂപ്പ് മാത്രം ഉപയോഗിച്ച് ചെയ്യാനുണ്ടാവും. അങ്ങനെ പല രീതിക്ക് പാറ്റേൺ ചെയ്യാനുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു സി പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് ആദ്യം നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കണം. അത് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഈ ലൂപ്പിനെ കുറിച്ച് നല്ല രീതിക്കുള്ളൊരു ലോജിക്ക് തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതായത് ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ കണ്ടീഷൻ കൊടുത്താലാണ് ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് ലൂപ്പിൽ ചെയ്യേണ്ടത്. ലൂപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിലൂടെ നമ്മൾ തന്നെ മനസ്സിൽ കടന്നു പോയി ഈ ലോജിക്കാണ് ബിൽഡ് ആവണം. എന്നൊക്കെ മാത്രമേ നമുക്കൊരു ഏതൊരു പാറ്റേൺ കിട്ടിയാലും ഈസി ആയിട്ട് ആ പാറ്റേൺ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ കോഡിംഗ് റൗണ്ടിലൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പല പേരും ഓൺലൈൻ GDB, അല്ലെങ്കിൽ VS കോഡ്, അല്ലെങ്കിൽ ഓൺലൈൻ കമ്പൈലർ, അതിലൊക്കെ ചെയ്ത് ശീലിച്ചവരുണ്ടാവും. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലെറ്റർ ആൾറെഡി ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ ലെറ്ററിനോട് ബന്ധപ്പെട്ടുള്ള കോഡ്സൊക്കെ നേരെ അടിയിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ടായി വരും. എന്നിട്ട് പിന്നെ നമ്മൾ എൻ്റർ എടുത്താൽ ഓട്ടോമാറ്റിക്, ഇപ്പോൾ പ്രിൻറ്റിൻ്റെ PR അടിച്ചാൽ തന്നെ printf വരും. അപ്പോൾ നേരെ എൻ്റർ അടിച്ചാൽ printf ഓട്ടോമാറ്റിക്കായി ടൈപ്പ് ആവും. അപ്പോൾ ഈ കോഡിൻ്റെ ഓരോ സിൻറ്റാക്സും ഇതൊക്കെ നമുക്ക് മനപ്പാടാക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ കമ്പൈലർ അല്ലെങ്കിൽ കമ്പൈലർസ് IDE യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി നോട്ട് പാഡിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ നോട്ട് പാഡിൽ ചെയ്ത് പഠിച്ചാൽ ആ ബേസ് മുതലുള്ള ലോജിക്കൊക്കെ ബിൽഡായി വരും. അപ്പോൾ കോഡിംഗ് റൗണ്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോജിക്ക് കൺസെപ്റ്റ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ പാറ്റേണിനെ കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഈ പാറ്റേണിൻ്റെ ട്യൂട്ടോറിയൽസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സീരീസ് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരമായിരിക്കും നമ്മൾ ഇതിനെ പറ്റിയൊരു വീഡിയോ സീരീസ് തുടങ്ങുന്നത്. സോ കോഡിംഗ് റൗണ്ടിലത്തെ രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യനാണ് അറേ ക്വസ്റ്റ്യൻ. അപ്പോൾ അറേ എന്താണെന്ന് വെച്ചാൽ, ഒരേ ഡാറ്റ ടൈപ്പിൽ വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറേ നമുക്ക് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള അറേ, അതായത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അറേയിലോട്ട് പല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് അറേ ക്വസ്റ്റ്യനായി കാണാറ്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു അറേ തന്നിട്ട് ആ അറേയിൽ നിന്നുള്ള ഒരു 4ാമത്തെ എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അറേത്തെ ലാർജസ്റ്റ് എലമെൻറ്റിനെ സോർട്ട് ചെയ്യാതെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ, സോർട്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എങ്ങനെയൊക്കെ ചോദിച്ചാൽ, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബബിൾ സോർട്ടിംഗ് ആണുള്ളത്. അതായത് ഒരു അറേനെ അസെൻഡിങ് ഓർഡറിലാക്കുക, ഒരു അറേനെ ഡിസെൻഡിങ് ഓർഡറിലാക്കുക, അതുപോലെ ഒരു അറേ തന്നിട്ട് ആ അറേനെ റിവേഴ്സ് ഓർഡറിലാക്കുക. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് സോർട്ടിംഗ് ബേസിസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് പിന്നെ അറേൻ്റെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് അറേൻ്റെ ലാർജസ്റ്റ് എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക, സ്മോളസ്റ്റ് എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക, അറേയിൽ നിന്ന് ഈവൻ നമ്പേഴ്സിനെ റിമൂവ് ചെയ്യിപ്പിക്കുക, ഓഡ് നമ്പേഴ്സിനെ റിമൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പക്കാ ലോജിക്ക് കത്തിയ ഒരാൾക്ക് ഏതൊരു അറേ ക്വസ്റ്റ്യൻ കിട്ടിയാലും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് അറേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അറേ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് ബിൽഡ് ചെയ്യിപ്പിക്കുക എന്നതാണ്. മെയിനായിട്ട് ഈ അറേ ക്വസ്റ്റ്യൻസ് വരുന്നത് അധികവും ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ
നിങ്ങൾ ഈ പാറ്റേൺ പഠിക്കുമ്പോൾ തന്നെ അതേ ദിവസം തന്നെ അന്ന് തന്നെ അറേയും പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും ലോജിക്ക് കത്തി വരും. അങ്ങനെയാണ് നിങ്ങൾ അറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പാടെ ഞാനൊരു PDF രൂപത്തിലാക്കിയാണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതേ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ലിങ്ക് കൊടുക്കുന്നതാണ് എന്ത് അറേ ക്വസ്റ്റ്യൻസിനും ആയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു PDF ഉണ്ട് അറേക്ക്. ഞാൻ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പാടെ കൂട്ടിയും അതുപോലെ ഓൾറെഡി ഫുമിഗേഷൻ പാസ്സായ കുട്ടികളുടെ അറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. സോ ആ PDF ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അറേൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ കിട്ടുന്നതാണ്. സോ അറേ ഇത്രയൊക്കെ ഉള്ളൂ. അറേ സിമ്പിളാണ്, ആർക്കും പേടിക്കാൻ മാത്രമൊന്നും ഇല്ല ഒരു അറേ എന്ന് പറഞ്ഞാൽ. ഒരേ ഡാറ്റ ടൈപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് നമ്മൾ അറേ എന്ന് പറയുന്നത്. അതിലോട്ട് കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, റിവേഴ്സ് ചെയ്യാൻ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ലാർജസ്റ്റ് എലമെൻറ്റ്, സ്മോളസ്റ്റ് എലമെൻറ്റ്, പ്രൈം നമ്പേഴ്സ്, ഈവൻ നമ്പർ, സമ്മ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേയിലുള്ളൂ. അപ്പോൾ അതൊന്ന് ബേസിക് കത്തി കിട്ടിയാൽ അറേ സിമ്പിളായി. അപ്പോൾ വീഡിയോ ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയണം. നമ്മൾ ഈ വീഡിയോയിൽ കുറേ ഡ്രോബാക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈറ്റിംഗ് കണ്ടീഷനിലായാലും അതായത് ഞാൻ പറയുന്ന രീതിയിലായാലും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന രീതിയിലായാലും കുറേ ഡ്രോബാക്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന തോറും ഞാൻ നല്ല രീതിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇത്രയുള്ളൂ കോഡിംഗ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കോഡിംഗ് റൗണ്ടിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യാണ്ട് തന്നെ ആ ഡൗട്ട് തീർക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിപ്ലൈ തരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ ഞാൻ പുതുതായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും ക്ലിയർ ആക്കാം. അപ്പോൾ ഇത്രയുള്ളൂ കോഡിംഗ് റൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ റൗണ്ടാണ് ഊപ്സ് റൗണ്ട് എന്ന് പറയുന്നത്. അതിന് മുന്നേ ഊപ്സ് റൗണ്ടിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ കോഡിംഗ് റൗണ്ടിൻ്റെ മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ കോഡിംഗ് റൗണ്ടിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറേക്ക് 20 മാർക്കും പാറ്റേൺ 20 മാർക്കും. അപ്പോൾ ഈ 20 മാർക്ക് എങ്ങനെയാണ് ഒരു 8 തരുന്നത് വെച്ചാൽ നമ്മൾ ടൈമിങ്, നമ്മൾ കോഡ് ചെയ്യുന്ന ടൈമിങ്, അതുപോലെ എറേഴ്സ് എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എത്രത്തോളം കോഡ് കൃത്യമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ മറ്റേ കോഡ് ഫുള്ള് റണ്ണായിട്ട് ഔട്ട്പുട്ട് ശരിക്കും കിട്ടിയില്ലെങ്കിലും ചിലർ പാസ്സാക്കാറുണ്ട്. അത് നിങ്ങളെ കോഡ് പാർഷ്യലല്ല, ഒരു 95% ശരിയായിരിക്കാം, പക്ഷേ ചെറിയ എന്തെങ്കിലും എറർ മൂലം ഔട്ട്പുട്ട് കിട്ടാതിരിക്കും. അങ്ങനെ ടൈം ആകെ 30 സെക്കൻഡേ കിട്ടുള്ളൂ, 30 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറാണ് നമ്മൾ കോഡിംഗ് റൗണ്ട് മൊത്തമായിട്ടുള്ളത്. അതിൽ 30 മിനിറ്റ് പാറ്റേണും 30 മിനിറ്റ് അറേക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും 20 മാർക്ക് പാറ്റേണും അതുപോലെ 20 മാർക്ക് അറേക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ പാടെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 20 മാർക്കാണ് അറേക്കുള്ളത്, 20 മാർക്കാണ് പാറ്റേൺ ഉള്ളത്. അത് നിങ്ങൾ ചെയ്യുന്ന ടൈമിങ്, നിങ്ങൾ എത്രയൊക്കെ ക്ലിയർ കട്ടായിട്ട് ചെയ്തു, നിങ്ങൾ എത്ര മനപ്പാടാക്കാതെ ചെയ്തു, ഈ ലോജിക്ക് മനസ്സിലായിട്ട് തന്നെയാണോ നിങ്ങൾ ചെയ്തത്, അതൊക്കെയാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയ കോഡ് നിങ്ങളുടെ തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ അവർ പറയും ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്തൊക്കെ കൊടുത്താൽ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് 20-ൽ 20 തന്നെ കിട്ടും രണ്ടിലും. അപ്പോൾ 40 മാർക്ക് കോഡിംഗ് റൗണ്ട് തന്നെ കിട്ടും. ഓക്കെ, കോഡിംഗ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഊപ്സ് റൗണ്ട് വരികയാണ്. ഊപ്സ് റൗണ്ടിൽ 10 മാർക്കാണ്. അപ്പോൾ മാർക്കിംഗ് സിസ്റ്റം ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. 10 മാർക്കാണ് ഊപ്സ് റൗണ്ടിലുള്ളത്. ഈ 10 മാർക്കിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടില്ല വെച്ചാൽ ഊപ്സ്, അതായത് ജാവ കൺസെപ്റ്റ് ആയിട്ടുള്ള ഊപ്സിൻ്റെ കൺസെപ്റ്റിൽ ഏകദേശം 8 മാർക്കേറ്റ് ഊപ്സിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ബാക്കി 2 മാർക്ക് സി പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്സിലാണ്. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിൽ എന്തൊക്കെ ചോദിച്ചാന്ന് വെച്ചാൽ മെയിനായിട്ട് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് ചോദിച്ചും, ഡാറ്റ ടൈപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ചോദിച്ചും, ഡാറ്റ ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിക്കും. പിന്നെ മെയിനായിട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും. ഇനിയിപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, ഈ ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ വെച്ചിട്ട് ഒരു കോഡ് റൈറ്റ് ചെയ്യാൻ പറയേ, അല്ലെങ്കിൽ ഒരു കോഡ് തന്നിട്ട് ആ കോഡിൻ്റെ ഉത്തരം പറയാൻ പറയുക. അതൊക്കെയാണ് സി പ്രോഗ്രാമിങ്ങിൽ മെയിനായിട്ട് ചോദിക്കുക. പിന്നെ ഫംഗ്ഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സി പ്രോഗ്രാമിങ്ങിൽ ചോദിക്കുള്ളൂ. പിന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നേടാൻ പറ്റും 2 മാർക്ക്. പിന്നെ ബാക്കി 8 മാർക്ക് വരുന്നത് ഊപ്സ് കൺസെപ്റ്റാണ്. ഊപ്സ് കൺസെപ്റ്റ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സിമ്പിൾ കൺസെപ്റ്റാണ്. ഊപ്സിനെ കുറിച്ച് ഇതുവരെ ഒന്നും അറിയാത്തവർക്ക് നമ്മളൊരു ഊപ്സിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഊപ്സിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ഊപ്സ് എന്ന് ചോദിക്കും, എന്താണ് ഊപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിക്കും. അപ്പോൾ മെയിനായിട്ട് ക്ലാസ് ഒബ്ജക്റ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബേസിക്കലി നിങ്ങൾ പറഞ്ഞാൽ മതി, എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. പരമാവധി ഊപ്സിൽ ഓരോ കൺസെപ്റ്റ് പറയുമ്പോഴും ഈ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇൻക്ലൂഡ് ആക്കിയാണ്ട് ഊപ്സിൻ്റെ കൺസെപ്റ്റ് പറയാൻ ശ്രമിക്കുക. റിയൽ ലൈഫ് എക്സാമ്പിൾസ് അതുപോലെ ഇപ്പോൾ ഒരു ക്ലാസും ഒബ്ജക്റ്റും എന്താണെന്ന് ചോദിക്കും. അതിനൊക്കെ ഇപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ക്ലാസ് ഇപ്പോൾ ഒരു മോൾഡായിട്ടും ഒബ്ജക്റ്റ് ഇപ്പോൾ ആ മോൾഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റായിട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ക്ലാസ്സിന് ഒബ്ജക്റ്റിനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഊപ്സ് എന്താണെന്നൊക്കെ ചോദിക്കും. പിന്നെ ഊപ്സിൻ്റെ 4 മെയിൻ പില്ലേഴ്സ് എന്താണെന്ന് ചോദിക്കും.
അപ്പോൾ ഈ പില്ലേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഈ പില്ലേഴ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അബ്സ്ട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പോളിമോർഫിസം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ ഇമ്പോർട്ടൻ്റ്. ഈ നാല് പില്ലേഴ്സ് ഓഫ് ഊപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ കോഡ് എഴുതി ശരിക്ക് പഠിക്കണം. വെറും കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി അല്ലെങ്കിൽ തിയറി മാത്രം മനസ്സിലാക്കി പോയിട്ട് കാര്യമില്ല. നിങ്ങൾ കോഡ് എഴുതി തന്നെ ചെയ്യണം. അപ്പോഴേ നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞ് നിൽക്കുകയുള്ളൂ. അതാണ് ഈ ഊപ്സിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിൽ പതിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഡ് എഴുതി തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതേപോലെ ഇൻഹെറിറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ അബ്സ്ട്രാക്ഷൻ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം, അതുപോലെ എൻകാപ്സുലേഷൻ എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യിപ്പിക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ പോളിമോർഫിസം എന്തൊക്കെയാണ്, പോളിമോർഫിസത്തിൻ്റെ 2 മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യം, അങ്ങനത്തെ ഇതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളല്ല. ഈ ഊപ്സിനെ കുറിച്ച് തറമായിട്ട് വേണം നിങ്ങൾ പോകാൻ. അത് ഈ പാറ്റേണും അറയ്ക്കും കൊടുക്കുന്ന അത്ര ടൈം നിങ്ങൾ ഊപ്സിന് കൊടുക്കേണ്ട എന്നുള്ളതാണ് സത്യം. അറയും പാറ്റേണൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്ടാവും. ഊപ്സിൽ അതിൻ്റെ ആവശ്യമില്ല. ഊപ്സിന് മെയിനായിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ക്ലാസ്സും ഉപയോഗിച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുക, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക, അത്ര കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അതൊക്കെ സിമ്പിളായില്ല. ഏതൊരാൾക്കും ഊപ്സ് കൺസെപ്റ്റ് അറിയുന്നവർ ഏതൊരാൾക്കും ചെയ്യാവുന്ന ചോദ്യം മാത്രമേ എഴുതുള്ളൂ. പിന്നെ ഈ 4 പില്ലേഴ്സ് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്താണെന്നും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം പോകാൻ. എക്സെപ്ഷൻ എന്താണെന്നും എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്താണെന്നും. അതുപോലെ പിന്നെ ഈ ഊപ്സിൽ അല്ലെങ്കിൽ ജാവൻ്റെ ഊപ്സിൽ കുറച്ച് കീവേഡ്സുകളുണ്ട്. ഈ ദിസ് കീവേഡ്, ഫൈനൽ കീവേഡ്, സൂപ്പർ, സ്റ്റാറ്റിക്, അങ്ങനത്തെ കുറച്ച് കീവേഡ്സുകളൊക്കെ നിങ്ങൾ നോക്കി പോകണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സസ് മോഡിഫയേഴ്സ്. അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സ് ഒരു ക്ലാസിൻ്റെ മുന്നേ അല്ലെങ്കിൽ മെത്തേഡിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെസിഫയറാണ്. ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്. പ്രൈവറ്റ്, ഡിഫോൾട്ട്, അങ്ങനത്തെ കുറച്ച് സ്പെസിഫയേഴ്സ് ഉണ്ട്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഒക്കെ. അപ്പോൾ അതൊക്കെ തറായിട്ട് വേണം നിങ്ങൾ ഊപ്സ് കൺസെപ്റ്റ് പോകാം. അപ്പോൾ സിമ്പിളാണ്. ഒരു വൈവ ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു റൗണ്ട് ആയിരിക്കും ഊപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മളോട് പരമാവധി ചോദ്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ വലിയ ഇപ്പോൾ ഒരു ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പറഞ്ഞ് നിർത്തരുത്. ഇൻഹെറിറ്റൻസ് ചോദിച്ചാൽ ഇൻഹെറിറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ മുതൽ ആ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആവും, അങ്ങനെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ വിവരിച്ച് കൊടുക്കുക. അപ്പോൾ അവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിർത്തും. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിർത്തും. അതാണ് അതിൻ്റെ മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 2 മാർക്ക് സി പ്രോഗ്രാമിങ്ങിൻ്റെയും ബാക്കി 8 മാർക്ക് ഊപ്സിൻ്റെയും കിട്ടിയിട്ട് 10 മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 50 മാർക്ക് ഈ ഒരു സെഷനിൽ കഴിഞ്ഞു. ഈ കോഡിംഗ് സെഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഡിങ്ങും ഊപ്സ് റൗണ്ടിലും 50 മാർക്ക് കഴിഞ്ഞു. ബാക്കി 50 മാർക്കാണ് കമ്മ്യൂണിക്കേഷൻ റൗണ്ട്. അതായത് നമ്മളെ നെക്സ്റ്റ് റൗണ്ടാണ് കമ്മ്യൂണിക്കേഷൻ റൗണ്ട്. അതെങ്ങനെ സിമ്പിളായിട്ട് പാസ്സാവാന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ പല പേർക്കും കമ്മ്യൂണിക്കേഷൻ റൗണ്ട് വളരെ പേടിയായിരിക്കും. കാരണം അത് മെയിനായിട്ട് ഇംഗ്ലീഷിലാണല്ലോ. പല പേർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുപോലെ ഒരു റിപ്ലൈ തരാൻ, അപ്പോൾ ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് അങ്ങോട്ട് സംസാരിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു 14 ദിവസത്തെ ഫുമിഗേഷൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സെഷന്. ഇത് പരമാവധി അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ തന്നെ ആൻസേഴ്സൊക്കെ പറഞ്ഞ് അത് സോൾവ് ആക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് ആരും അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് നിർബന്ധമാണ്. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ അറേൻ്റെയും ഊപ്സിൻ്റെയും ഊപ്സിനെ പറഞ്ഞില്ലല്ലോ ആൾറെഡി. ഊപ്സിൻ്റെ PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു PDF ഉണ്ട്, അത് താഴെ തന്നെ കൊടുക്കാം. പിന്നെ അതുപോലെ അറേൻ്റെ പാറ്റേൻ്റെ ഊപ്സിൻ്റെയും PDF കൊടുത്തു എന്ന് പറഞ്ഞു. ഇനി കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പറ്റിയുള്ള ഒരു PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ആ PDF നോക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൽ മാത്രമായിട്ട് എങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഗ്രീറ്റിങ്സ്, അതായത് ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ്, അത് പറഞ്ഞിട്ട് തുടങ്ങണം. സാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഫുൾ നെയിം പറയുക, നിങ്ങൾ എവിടുന്നാണ് വരുന്നത് വെച്ചാൽ അത് പറയുക. പിന്നെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി, പിന്നെ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾ ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പിന്നെ ഈ പ്രോട്ടോടൈപ്പിൽ നിങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഗോൾസ്, എന്തൊക്കെ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ ഗോൾസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഗോൾസൊക്കെ ലൈഫിൽ സെറ്റ് ചെയ്യണം. അതിനൊക്കെ ബേസിസിലായിരിക്കും നിങ്ങൾ ഇവർ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള എൻഡിങ്, അതായത് ഇവരുടെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിർത്താൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഇതാണ് മെയിൻ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഈ കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ ഈ ഒരു ഗെറ്റപ്പ്, അതായത് നിങ്ങളുടെ ഈ അപ്പിയറൻസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ നിങ്ങളുടെ ക്യാമറ ക്വാളിറ്റി, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നോയ്സുകളൊക്കെ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസ് നല്ല കാഷ്വൽ, നല്ലൊരു ലുക്കിൽ, നല്ല വൃത്തിക്കും മെനക്കൊക്കെ വേണം നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെഷന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഫുമിഗേഷൻ എന്ന് പറയുന്നത്. വലിയ സംഭവമൊന്നും അല്ല ഈ ഫുമിഗേഷൻ. അപ്പോൾ ഇതിലൊരു 50 മാർക്കും കിട്ടും. അപ്പോൾ പിന്നെയും പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ടാവും. അതിന് നിങ്ങൾ ഇതും 3ഉം കഴിഞ്ഞിട്ട് ഒരു ക്യൂ എ റൗണ്ട് പറഞ്ഞ റൗണ്ടും കൂടി ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെയും ബേസിസിൽ ഒരൊറ്റ റൗണ്ടായിട്ട് നടത്തുന്ന റൗണ്ട്. അപ്പോൾ അതും കൂടി അതിനും കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് 7 പോയിൻ്റ് വേണം. 7 പോയിൻ്റ്. 7 പോയിൻ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് ലാസ്റ്റ് റൗണ്ടിലെ കമ്മ്യൂണിക്കേഷൻ റൗണ്ടിൽ പകുതി മാർക്കിലാറ് കൂടുതൽ കിട്ടണം. അതായത് കമ്മ്യൂണിക്കേഷൻ റൗണ്ടിനെ 20%-ലാക്കും. അപ്പോൾ അതിൽ 10% പകുതി മാർക്ക്, ഇപ്പോൾ 25 മാർക്കിൻ്റെ ആറ് കൂടുതൽ കിട്ടണം. അതുപോലെ ബാക്കിയുള്ള മൊത്തം സെഷനെ 80 മാർക്കിലോട്ട് ആക്കിയിട്ട് അതിൽ ഒരു 60%-ന് മേലെ കിട്ടണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 7 സ്കോർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 7 പോയിൻറ്റ് കിട്ടുള്ളൂ. ഈ 7 പോയിൻറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്യൂ എ റൗണ്ടിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യൂ എ റൗണ്ടും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ISA അല്ലെങ്കിൽ ഇൻകം ഷെയറിങ് അല്ലെങ്കിൽ PAP അല്ലെങ്കിൽ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റിന് എലിജിബിൾ ആവുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളൊരു ടെലഗ്രാം ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി പറ്റുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്. കമൻറ്റിലൊക്കെ എവിടെയെങ്കിലൊക്കെ കൊടുക്കും. എന്തായാലും ഒരു ടെലഗ്രാം ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യാം, നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോഡിങ് ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും എറർ വരികയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. എന്ത് കാര്യത്തിനും നമുക്കൊരു ടെലഗ്രാം ഒരു ഫുൾ ടൈം സപ്പോർട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ 4 റൗണ്ടുകൾ, അതായത് അറേ, പാറ്റേൺ, ഊപ്സ്, കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ ഒക്കെ PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് രൂപത്തിൽ കൊടുക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്ക്